എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 2 ആയിരുന്നു എക്സാമിനേഷൻ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസം, അതായത് 15-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ നിങ്ങൾക്ക് ഉള്ള അടുത്ത എക്സാമിനേഷൻ ഊർജ്ജ തന്ത്രമാണ്, അതായത് ഫിസിക്സ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജതന്ത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് ആ ഫിസിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. അതായത് നിങ്ങൾക്ക് ഒരു A അല്ലെങ്കിൽ A+ മിനിമം ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ +1 സയൻസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് സയൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഊർജ്ജതന്ത്രം, അതുപോലെ രസതന്ത്രം, അതുപോലെ ജീവശാസ്ത്രം എന്നിവയ്ക്ക് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് ഒരു A ഗ്രേഡ് A+ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കോഴ്സുകളിലേക്ക് പ്രവേശനം പെട്ടെന്ന് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് 15-ാം തീയതി വെള്ളിയാഴ്ച ഊർജ്ജതന്ത്രമാണ് എക്സാമിനേഷൻ ഉള്ളത്. രാവിലെ 9:30 ആണ് പരീക്ഷ തുടങ്ങുക. ഉച്ചയ്ക്ക് 11:15 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, CE മാർക്ക് വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് തരിക, അതുപോലെ തന്നെ CE മാർക്ക് തന്നിട്ട് നിങ്ങളെ ജയിപ്പിക്കുമോ, അതുപോലെ തന്നെ എല്ലാവർക്കും CE മാർക്ക് കിട്ടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്കിനെ കുറിച്ചും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് SSLC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് CE മാർക്കും അതുപോലെ എഴുത്തു പരീക്ഷയിലെ മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ തിയറി എന്നിവയുടെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ D+ ഗ്രേഡ്, അതായത് ആകെ മാർക്കിൻ്റെ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30 മുതൽ 39% വരെ മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CE മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് എഴുതിയിട്ട് ലഭിക്കുന്ന, അതായത് TE മാർക്കായിട്ടുള്ള എഴുത്ത് പരീക്ഷയും ലഭിക്കുന്ന മാർക്കും കൂട്ടി ടോട്ടൽ 100-ൽ 30-ഓ 39 മാർക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ CE ഉൾപ്പെടെ 50 മാർക്കാണ് വരിക. അങ്ങനെ 50-ൽ നിങ്ങൾക്ക് 15-ഓ അല്ലെങ്കിൽ 19-ഓ മാർക്കോ ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾ പാസ്സാവുക, അതായത് D+ ഗ്രേഡ് ലഭിക്കുക. അതിന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു CE മാർക്ക് തരുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ് CEയുടെ പൂർണ്ണരൂപം. അപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾ നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു അസൈൻമെൻറ്റ് അതുപോലെ നോട്ടൊക്കെ വൃത്തിയായിട്ട് എഴുതി, അതായത് എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, അതുപോലെ നോട്ടൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു നോട്ട്സൊക്കെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന അസൈൻമെൻറ്റ്, അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതായത് CE മാർക്ക് എന്ന് പറയുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് 80-ൽ ഉള്ളത്, അതായത് ഒന്നാമത്തേത് ഇംഗ്ലീഷാണ്, അതായത് 80-ൽ ഉള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് സോഷ്യൽ സയൻസ്, മൂന്നാമത്തേത് ഗണിതശാസ്ത്രം എന്നിവയാണുള്ളത്. ബാക്കി എല്ലാ സബ്ജക്റ്റും 40-ലാണ് വരുന്നത്. ഈ ഒരു 80 മാർക്കിൽ വരുന്ന എല്ലാ സബ്ജക്റ്റിനും 20 മാർക്ക് വീതം CE ഉണ്ട്. ബാക്കി 40 മാർക്കിൽ വരുന്ന എല്ലാ സബ്ജക്റ്റിനും 10 മാർക്ക് വീതമാണ് CE വരിക. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന മാർക്കാണ്. ഒരു വിദ്യാർത്ഥിക്കും ഈ ഒരു മാർക്ക് ലഭിക്കാതെ ഉണ്ടാവില്ല. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ലഭിച്ചാലാണോ ഈ ഒരു CE മാർക്ക് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു CE മാർക്ക് ഓൾറെഡി നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പറൊക്കെ വരുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഈ ഒരു മാർക്ക് വീണ്ടും ഇട്ട് കൊടുക്കില്ല. ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്കിട്ട CE മാർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് എല്ലാവരുടെയും ആ ഒരു പേരും അതുപോലെ ഇതുപോലെ CE മാർക്ക് നിങ്ങൾക്ക് എത്രയാണ് ഓരോ വിഷയത്തിനും തന്നിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസും ഉള്ള ആ ഒരു A4 ഷീറ്റ് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഒപ്പ് വാങ്ങിയിട്ടുണ്ടാകും ആ ഒരു പേപ്പറിൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഷീറ്റിലുള്ള മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു CE മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മാർക്ക് വീണ്ടും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ CE മാർക്കൊക്കെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും CE മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു CE മാർക്ക് എല്ലാവർക്കും ഫുള്ള് ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ്, അതായത് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, അസൈൻമെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടോ, നോട്ടൊക്കെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് 20 മാർക്ക് ഫുള്ള് തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങളൊരു ഷീറ്റിൽ സിഗ്നേച്ചറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ നിങ്ങളുടെ മാർക്കൊക്കെ, ആ ഒരു CE മാർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ അത് പ്രശ്നമില്ല, അത് ആ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തായാലും വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് ഉണ്ടാകും. അതായത്
സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 20 മാർക്കാണ് കൊടുക്കാറുള്ളത്. ചില വിദ്യാർത്ഥികൾ അത് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കൊക്കെ കുറച്ചിട്ട് ടീച്ചേഴ്സ് മാർക്ക് അത് സി മാർക്ക് നൽകാറുണ്ട്. അത് 20-ൽ നിങ്ങൾക്ക് മിനിമം ഒരു 18എങ്കിലും കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ 10 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റിൽ എല്ലാ ടീച്ചേഴ്സും ഈ ഒരു 10 മാർക്ക് ഫുള്ളായിട്ട് നൽകാറുണ്ട്. അതിൽ മാർക്ക് കുറക്കാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. CE മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടാകും. ഇനി അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഗ്രേസ് മാർക്കിൻ്റെ കാര്യം. ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഇത്തവണ പ്രത്യേകിച്ച് സർക്കുലറൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരിക്കും ഈ വർഷവും ഗ്രേസ് മാർക്ക് ഇടുക. ചിലപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. കാരണം കഴിഞ്ഞ വർഷം അതേ രീതിയിൽ ആയിരുന്നു, അതായത് എക്സാം കഴിഞ്ഞ ശേഷമായിരുന്നു ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ഓർമ്മ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു രീതിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെയായിരിക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അഥവാ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ A+ ജസ്റ്റ് ഒരു 1 മാർക്ക് 2 മാർക്ക് കുറയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ, അതായത് അപ്പോൾ 1 മാർക്ക് 2 മാർക്ക് ലഭിച്ച ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങളെ ജയിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് ഇടവരികയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ CE മാർക്കൊക്കെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ആ ഒരു അതായത് ഇനിയുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ഊർജ്ജതന്ത്രമാണ്. അതിനുശേഷം ഹിന്ദി, ജനറൽ നോളജ്, അതുപോലെ തന്നെ രസതന്ത്രം, ജീവശാസ്ത്രം, സോഷ്യൽ സയൻസ് എന്നിവയാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇനിയുള്ള എക്സാമിനേഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വെള്ളിയാഴ്ചത്തെ എക്സാമിനേഷൻ ഊർജ്ജതന്ത്രമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ